നമസ്കാരം. ഇന്നത്തെ ഒരു വൈറലായിട്ടുള്ള ടോപ്പിക്ക് കണ്ടു. ഒരു കുറച്ച് മക്കള് ആ വിഷ്വൽ ഞാനിവിടെ ഇടുകയാണ്. അവർ കൈകൂപ്പിയാണ് ഞങ്ങളെ ബസ്സിൽ കയറ്റണമെന്ന്. എന്നിട്ട് പോലും അവരെ കൈകൂപ്പി കാണിച്ച് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോലും അവർ കയറ്റിയില്ലെന്ന് മാത്രമല്ല, അതാരോ വീഡിയോ എടുത്ത് ചിത്രീകരിക്കുകയും വൈറലാവുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം ഗവൺമെൻറ്റുകൾ കണ്ടു, അല്ലെങ്കിൽ RTO കണ്ടു, അല്ലെങ്കിൽ DYFI കണ്ടു, അല്ലെങ്കിൽ പാർട്ടിക്കാർ കണ്ടു, ഏത് കോൺഗ്രസിൻ്റെ ആയാലും യൂത്ത് കോൺഗ്രസ് കണ്ടു. അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇടപെടൽ ഇതിലേക്ക് വരികയുണ്ടായി. വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരിതാണ്. പക്ഷേ ആ മക്കൾക്ക് കരുണ കാണിക്കാത്ത ആ കണ്ടക്ടറുടെ ലൈസൻസ് കട്ട് ചെയ്യാൻ ഇപ്പോൾ RTOയുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിക്റ്റിമായ അല്ലെങ്കിൽ ഇത് നേരിട്ട കുട്ടി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ലൈസൻസ്, കണ്ടക്ടർ എന്ന് പറയുന്ന ജോലി ചെയ്യാനും ഒരു ലൈസൻസ് വേണം. ഡ്രൈവിങ്ങിന് മാത്രമല്ല ലൈസൻസ് വേണ്ടത്. പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതൊരു ലൈസൻസ് ഉണ്ട്, കണ്ടക്ടർ ലൈസൻസ്. ആ കണ്ടക്ടർ ലൈസൻസ് അദ്ദേഹത്തിൻ്റെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കരുണയുള്ള കുട്ടി പറയുകയാണ്, എന്ന് കൈകൂപ്പി നിന്ന് ആ കുട്ടി പറയുകയാണ്, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, അദ്ദേഹത്തിൻ്റെ ലൈസൻസ് കട്ട് ചെയ്ത് കളയില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കുട്ടിക്ക് ഉള്ള കരുണ പോലും ആ വ്യക്തിക്കില്ലാണ്ടായിപ്പോയി. നിങ്ങൾ ആ വിഷ്വൽ, ഞാൻ അതാണ് തുടക്കത്തിലെ ആ വിഷ്വലിട്ട് കാണിക്കുന്നത്. ആ വിഷ്വലിൻ്റെ സത്യാവസ്ഥ ഈ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ. സ്കൂൾ വിദ്യാർത്ഥികളെ ഇവർ പറയുന്നൊരു ന്യായം എന്ന് പറഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ വിടുകയും മറ്റു ഓഫീസുകളിൽ നിന്നൊക്കെ പോകുന്നവർക്ക് കയറാൻ സ്ഥലമില്ല, വാഹനത്തിൽ സ്ഥലമില്ല, അതുകൊണ്ട് പിന്നെ കൺസെഷൻ ആണല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ വിദ്യാർത്ഥികൾ മുഴുവൻ വഴിയോരങ്ങളിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ഒരു ബസ് വരികയും, നമ്മുടെ നാട്ടിൽ, ഞാൻ കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കണ്ണൂരിൽ നിന്ന് മാലക്കോട് മണക്കട് ഭാഗത്തേക്ക് പോകുമ്പം 2-3 സ്കൂളുകളുണ്ട് ഈ തളിപ്പറമ്പ് ഭാഗത്ത്. ടാഗോർ സ്കൂള്, അതുപോലെ വേറൊരു പ്രമുഖമായ സ്കൂൾ. ഈ സ്കൂളുകളുടെ മുമ്പിൽ നിന്ന് കുട്ടികളെ കയറ്റുന്ന ഇവർ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, സ്കൂളും കഴിഞ്ഞ് കുറേ ദൂരം മാറ്റി നിർത്തും. അപ്പം അത്രയും ദൂരം ഈ വിദ്യാർത്ഥികൾ ഓടി ആദ്യം ചെല്ലുന്ന 2 പേര്. നമ്മൾ ശരിക്കും ക്ഷമതയോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ഒരു സംഭവം നടത്തുന്ന പോലെ ഈ കുട്ടികൾ ഓടി ആദ്യം എത്തുന്ന 2 പേർക്ക് ആ ബസ്സിൽ കയറാം. ആ 2 വിദ്യാർത്ഥികൾ ബസ്സിൽ കയറിയ പാടാൻ ഇവർ ബെല്ലടിച്ച് ആ വണ്ടി അങ്ങ് എടുത്തു. ചോദ്യം പറച്ചിലൊന്നുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഇതൊക്കെ എന്നേ മാറണ്ടല്ലേ? ഈ കുട്ടികൾ 4 മണിക്ക് ഒരു ക്ലാസ് കഴിയുന്ന കുട്ടി ചിലപ്പോൾ 3/4 മണിക്കൂർ, 1 മണിക്കൂർ വരെ ഇങ്ങനെ ബസ് കാത്തു നിൽക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ സമയം എത്രയാവും? 1 മണിക്കൂർ. 4 മണിക്ക് വിടുന്ന സ്കൂളിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ആ കുട്ടി വീട്ടിൽ ചെല്ലുന്നെങ്കിൽ 5 മണിക്കൂറാവും അല്ലേ? 5 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ, വീട്ടിൽ ചെന്നിട്ട് അവന് പഠിക്കണം അല്ലേ? വീട്ടുകാർക്ക് ഒരു ടെൻഷൻ, വേറെ ടെൻഷൻ അല്ലേ? ഇപ്പം മക്കളെയൊക്കെ ബസ്സിന് കയറി വരുന്നതിന് വീട്ടിൽ ചെല്ലുന്നോടം വരെ കാരണന്മാർക്ക് ടെൻഷനാണ്. കാരണം മക്കൾക്ക് വണ്ടി കിട്ടുമോ, വണ്ടി മിസ്സാവുമോ അല്ലേ? ഇവരൊന്നും, ഈ കുട്ടികളൊക്കെ വലിയ തുകകൾ കൊണ്ടൊന്നും അല്ല സ്കൂളിലേക്ക് വരുന്നത്. നമ്മളിപ്പം വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോകും, വണ്ടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് വേറൊരു വണ്ടി പിടിച്ചോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചോ നമുക്ക് പോകാൻ പറ്റും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഒരു പൈസ കയ്യിൽ നിന്നിട്ടിട്ട് വണ്ടി പിടിച്ച് അവരുടെ വീട്ടിലേക്ക് പോക്ക് നടക്കുന്ന കാര്യമല്ല. കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, തട്ടിക്കൊണ്ടു പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ വിശ്വസിച്ച് ഒരു വാഹനത്തിലും അവർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വളരെ, എന്നാ പറയണ്ടേ, 20-30 കിലോമീറ്റർ ചുറ്റളവിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. വളരെ ദൂരെ നിന്ന് വന്ന് ഇപ്പം ഈ അലോട്ട്മെൻറ്റ് സിസ്റ്റമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെ സ്ട്രഗിൾ ചെയ്ത് +1, +2 ഒക്കെ പഠിക്കുന്ന, SLC ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, വളരെ ദൂരെ നിന്ന് വന്ന് പഠിക്കുന്നത്. കാരണം നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് അവരവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് വരാനുള്ള ബസ്സുകളുടെ അവസ്ഥ ഇതാണ്. ഇന്നത്തെ ആ വിദ്യാർത്ഥികൾ കൈകൂപ്പി ആ കണ്ടക്ടറോട് പറയുന്ന ആ ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. അതുകൊണ്ടാണ് ആ വിഷയം ഇത്ര പെട്ടെന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തത്. കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ഇതുപോലത്തെ സംഭവം. പക്ഷേ ഈ ഒരു വിഷയം ഇപ്പോഴിത് വൈറലായതുകൊണ്ടും വീഡിയോ ആയതുകൊണ്ടും RTOയുടെ മുമ്പിലെത്തി, പുതിയ സർക്കാരിൻ്റെ മുമ്പിൽ എത്തിയതുകൊണ്ട് മാത്രം പിടിക്കപ്പെട്ടു. ഇതുപോലത്തെ എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞുമക്കൾ ഇതുപോലെ സ്കൂളിൽ പോകുന്നല്ലേ? നമ്മൾ എന്ത് വിശ്വസിച്ചാണ് മാതാപിതാക്കൾ കുഞ്ഞുമക്കളെയൊക്കെ സ്കൂളിലേക്ക് അയക്കുന്നത് അല്ലേ? എല്ലാവരും സാമ്പത്തികമുള്ളവരൊന്നുമല്ല. ഒരു ബസ്സിൽ നമ്മൾ ട്രിപ്പ് നടത്തുന്ന, സ്കൂളിലേക്കൊക്കെ ഒരുപാട് ട്രിപ്പ് നടത്തുന്ന ബസ്സുകളുണ്ട്.
അല്ലേ? വാഹനങ്ങളുണ്ട്. ആ വാഹനത്തിൽ വിടാനുള്ള പൈസ ഇല്ലാത്തവരൊക്കെയാണ് ബസ്സിന് വിടുന്നത്. അപ്പോൾ ഒത്തിരി വെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, സമ്പത്തുള്ളവരൊക്കെ ആണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടും. തിരിച്ചു വരുമ്പോൾ അവരെ കാറിനൊക്കെ പോയി കൂട്ടിക്കൊണ്ടുവരും. അതൊന്നും ഇല്ലാത്ത വളരെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവർ ബസ്സിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്, അല്ലേ? അവരുടെ വിദ്യാഭ്യാസം നടന്നു പോകുന്നത് ബസ്സിനെ ആശ്രയിച്ച് മാത്രമാണ്. അപ്പോൾ ആ ബസ്സിൽ നിന്ന് കയറാൻ അവരെ സമ്മതിച്ചില്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ക്ലാസ്സിലെത്താൻ പറ്റില്ല, വീട്ടിൽ ചെല്ലാൻ പറ്റില്ല, അല്ലേ? അവർക്കുണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ട് ഭയങ്കര വലുതാണ്. അവർ സ്ട്രഗിളിങ് അതാണ്, ഏറ്റവും വലിയ സ്ട്രഗിൾ അതാണ്. ഇപ്പോൾ ഇതിന് മുമ്പിലേക്ക് ഇത് വന്നപ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇതുപോലത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയാൽ മനസ്സിലാവും ഇതിലും കഷ്ടകരമാണ് പിള്ളേരെ കൊണ്ടുപോകുന്ന സ്ഥിതികൾ. പറയുമ്പോൾ കല്ലെറിഞ്ഞിട്ട് കാര്യമുള്ള സത്യം പറയണത്. അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.